ഹായ് ഓൾ, കുവൈറ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന നഴ്സസിൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക വിത്തൗട്ട് സ്കിപ്പിംഗ്. ഫസ്റ്റ് ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അത് എക്സ്പയറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും അത് റിന്യൂവ് ചെയ്യണം. റിന്യൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്ലോ ആണ്. ഡേറ്റ ഫ്ലോയ്ക്ക് മുൻപായിട്ട് കുവൈറ്റിൻ്റെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ എടുത്തു വെക്കുക. കുവൈറ്റിൻ്റെ ഗുഡ് സ്റ്റാൻഡിംഗ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഗുഡ് സ്റ്റാൻഡിംഗ് നമ്മുടെ ഏത് കൗൺസിലാണോ നമ്മൾ ലേറ്റസ്റ്റ് വർക്ക് ചെയ്ത സെയിം കൗൺസിലിൽ നിന്ന് തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് കുവൈറ്റിലേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ മിക്കവർക്കും ഡൗട്ട് കാണും, കുവൈറ്റിന് ഡേറ്റ ചെക്കും ഉണ്ടായിരുന്നു, ഡേറ്റ ഫ്ലോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ ഫ്ലോ ആണോ ഡേറ്റ ചെക്ക് ആണോ ചെയ്യേണ്ടതെന്നൊരു ഡൗട്ട് കാണും. ഒരു സമയം വരെ കുവൈറ്റിന് ഡേറ്റ ചെക്ക് മാത്രമായിരുന്നു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേഴ്സ് കുവൈറ്റിൻ്റെ ഡേറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മൈഗ്രേഷൻ്റെ സമയത്ത് അവരുടെ റിക്രൂട്ടർ വീണ്ടും ഡേറ്റ ചെക്ക് ചെയ്തിട്ട് വരാൻ പറയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡേറ്റ ചെക്കിന് എപ്പോഴും ഒരു റിപ്പോർട്ട് നമുക്ക് ഫൈനലി കിട്ടില്ല. ഡേറ്റ ചെക്ക് മിനിസ്ട്രിയിലേക്ക് ഡയറക്റ്റ്ലി, കുവൈറ്റിൻ്റെ മിനിസ്ട്രിയിലേക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ ഒരു റിപ്പോർട്ട് പോവും. നമ്മൾ ആഫ്റ്റർ റീച്ചിങ് കുവൈറ്റ് അവിടെ പോയിട്ട് വേണം ഇത് കളക്ട് ചെയ്യാൻ. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റസ് മാത്രമാണ് ഡേറ്റ ചെക്കിന് കിട്ടുന്നത്. പക്ഷേ കമ്പയർഡ് ടു ഡേറ്റ ചെക്ക്, ഡേറ്റ ഫ്ലോയ്ക്ക് ശരിക്കും ഒരു റിപ്പോർട്ടുണ്ട്, ഒരു PDF ടൈപ്പിൽ നമുക്കൊരു റിപ്പോർട്ട് കിട്ടും. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ കുവൈറ്റിൻ്റെ ഡേറ്റ ചെക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് പ്രൊസീജിയേഴ്സ്. അത് നമുക്ക് എപ്പോൾ സ്റ്റാർട്ടായി എപ്പോൾ കംപ്ലീറ്റ് ആവും എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക, അതിനൊരു ഡ്യൂറേഷൻ ഇപ്പോൾ ഫുൾ ഡേറ്റ ഫ്ലോ ആണ്. അപ്പം ഡേറ്റ ചെക്ക് റീപ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്യാണ്. അപ്പോൾ ഇനി കുവൈറ്റിൽ പോകുന്ന നഴ്സസ് ഡേറ്റ ഫ്ലോ ആണ് ചെയ്യേണ്ടത്. ഡേറ്റ ചെക്ക് എന്നുള്ളൊരു പ്രൊസീജിയർ ഇപ്പോൾ ആ സൈറ്റ് പോലും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, അത് കംപ്ലീറ്റ്ലി നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി മെയിനായിട്ടും ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സ് ഡേറ്റ ഫ്ലോ ആണ് കുവൈറ്റിൻ്റെ. അതിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നഴ്സസിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ GNM ആണെങ്കിൽ അതിൻ്റെ ഡിപ്ലോമ, പിന്നെ ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ, അലോങ് വിത്ത് ദാറ്റ് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ഡേറ്റ ഫ്ലോയ്ക്ക് വേണ്ടത്. അതെ, വൺസ് ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുവൈറ്റിൻ്റെ എംബസി അറ്റസ്റ്റേഷനാണ് പ്രൊസീജിയർ വരുന്നത്. കുവൈറ്റിലേക്ക് ബാക്കിയുള്ള കൺട്രീസ് പോലെയല്ല, അവിടുത്തെ എംപ്ലോയീസ് എല്ലാ ഡോക്യുമെൻറ്റും എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറയാറുണ്ട്. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ, എക്സ്പീരിയൻസ്, SLC, +2, ട്രാൻസ്ക്രിപ്റ്റ് സഹിതം ട്രാൻസ്ക്രിപ്റ്റ് ഉൾപ്പെടെ ചെയ്യണം, എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ടും അത്തരം ഡോക്യുമെൻറ്റ്സ് നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ കുവൈറ്റിന് പ്രോമെട്രിക് എക്സാം ആയിട്ടുണ്ട്. ഒരു സമയം വരെ കുവൈറ്റിന് പ്രോമെട്രിക് എക്സാം ഇല്ലായിരുന്നു. ഓൺലി ഡേറ്റ ഫ്ലോ അല്ലെങ്കിൽ ഡേറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രോമെട്രിക് എക്സാം ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടൈറ്റിൽസിനും ആയിട്ടുണ്ട്, പക്ഷേ ഇല്ലാത്ത കുറേ ടൈറ്റിൽസും ഉണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അത് മനസ്സിലാവും. സിസ്റ്റം ഫുള്ളി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് GCCയിലെ മൈഗ്രേഷൻ പ്രൊസീജിയർ പോലെ ഫുള്ളി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുവൈറ്റിൽ ഇപ്പോൾ പ്രോമെട്രിക് എക്സാം ആയി, ഡാറ്റ ഫ്ലോ ആയി. ഓക്കെ, നമുക്ക് കുവൈറ്റിൻ്റെ കോച്ചിങ്ങിൻ്റെ കൂടെ നമുക്ക് നഴ്സസിൻ്റെ കോച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മന്തിൻ്റെ കോച്ചിങ് ആയിരിക്കും വരുന്നത്. ക്രാഷ് കോഴ്സ് വേണം എന്നുള്ളവർക്ക് 7 ഡേയ്സിൻ്റെയും 14 ഡേയ്സിൻ്റെയും കോച്ചിങ് ഉണ്ട്. നല്ല രീതിയിലുള്ള എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 15+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് ക്ലാസ് എടുക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും. അങ്ങനെ എല്ലാം കംപ്ലീറ്റ്ലി വരുന്ന ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണ് നഴ്സസിൻ്റെ കോച്ചിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവർക്ക് മെയിനായിട്ടും ഒരു നഴ്സിന് കുവൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡേറ്റ ഫ്ലോ, കുവൈറ്റിൻ്റെ പ്രോമെട്രിക് എക്സാം, കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ ആൻഡ് ഫൈനലി കോച്ചിങ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക്. വി ആർ ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ പ്രസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ.